ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു ജെയിം ജെറി. കെ ഡി ആൻഡ് കമ്പനി, കെ ഡി ആൻഡ് കോ, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇത് ആ കെ ഡി അല്ല, കെ ഡി ഒഫീഷ്യൽ ടീസർ KVN പ്രൊഡക്ഷൻസ് ആണ്. ധ്രുവ സർജ മാർട്ടിന് ശേഷമാണ് വരാൻ പോകുന്നത്. മാർട്ടിൻ ആലോചിക്കുമ്പോൾ ഒരു കോമഡി ഉണ്ടെങ്കിലും പ്രതീക്ഷ എന്റെ സിനിമയിൽ സഞ്ജയ് ദത്ത്, ശില്പ ഷെട്ടി, അർജുൻ, ജന്യ, സുപ്രീത്, അങ്ങനെ കുറെ ആൾക്കാരൊക്കെ ഇതിലുള്ളത്. ദിസ് ടീസർ ക്യാൻ ബി വാച്ച്ഡ് ഇൻ മൾട്ടി ലാംഗ്വേജസ് ലൈക്ക് കന്നഡ, ഹിന്ദി, തെലുഗു, തമിഴ്, മലയാളം. സിംപ്ലി ഹെഡ് ഓവർ ടു സെറ്റിംഗ്സ്, ക്ലിക്ക് ഓൺ ഓഡിയോ ട്രാക്ക്, ഓഹോ, ആൻഡ് ദെൻ ചൂസ് യുവർ പ്രിഫേർഡ് ലാംഗ്വേജ്. നമുക്കത് നോക്കാട്ടോ, ഞാൻ ഇപ്പോഴാണ് ഇത് കാണുന്നത്. ഓഡിയോ ട്രാക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് മലയാളം. ഓക്കെ, 2 മിനിറ്റും 11 സെക്കൻഡുമാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ മാർട്ടിൻ ഒരു ഭയങ്കരമായ ടീസറും ട്രെയിലറും ഒക്കെ ആയിരുന്നു. പക്ഷെ പടം വന്നപ്പോൾ ആയിപ്പോയി. അതുകൊണ്ട് ഇതിപ്പോ 1,06,519, സോറി 10,06,519, 10 ലക്ഷത്തി ആയിരിക്കാം. എന്തായാലും 1 മണിക്കൂർ കൊണ്ട് അത്ര ആയിട്ടുണ്ട്. ആനന്ദ് ഓഡിയോ, ലെറ്റ്സ് വാച്ച്. റെഡി. ധ്രുവ സർജ പ്രാവശ്യം എന്തൊരു കാണിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത്. Were destroyed by the death of the devils, but this era begins with this devil. Showman. Oh! Kalida. Ah! സത്യവതി. സെനോറിറ്റ. ഓ സഞ്ജയ്. ആ അവർ രണ്ടുപേരും രക്തബന്ധമുള്ളവരാണ് സർ. എന്നാൽ ആ രക്തം ഒഴുകുന്നത് അവരുടെ ശരീരത്തിലൂടെയല്ല. കംപ്ലൈന്റ് തരാൻ വന്നതാ സാർ. എഴുതിക്കോ. തല കിട്ടി, ബോഡി കിട്ടിയില്ല. അതായത് മാർട്ടിൻ, ഞാൻ ഈ ടീസറും ട്രെയിലറും ഗ്ലിംസും കണ്ട് വണ്ടറടിച്ചിങ്ങനെ രോമ ഇട്ടിങ്ങനെ നിൽക്കുക, രോമങ്ങനെ സല്യൂട്ട് ചെയ്യണം. അങ്ങനെ നിന്ന് ഞാൻ ഇതിലൊരു പാട്ടങ്ങിറങ്ങി. ആ പാട്ടിറങ്ങുന്ന ആൽബം പോലും നാണിച്ച് മാനം കെട്ട് തല മണ്ണ് പൊത്തി ശ്വാസം മുട്ടി മരിച്ചു. ഇങ്ങനത്തെ അവസ്ഥയിലൊരു പാട്ടായിരുന്നു അത് തന്നത്. ഈ പാട്ട് വന്നതോടെ എനിക്ക് മനസ്സിലായി ഇതിന്റെ റേഞ്ച് എന്താണെന്നുള്ളത്. അതോടെ ആ സിനിമയിലുള്ള പ്രതീക്ഷ പോയി. അതുപോലെ തന്നെ പടം വന്നു, ഒരുമാതിരി അപ്പിപ്പടം, അങ്ങനെയായിരുന്നു പടം ഉണ്ടായിരുന്നത്. ആൻഡ് ഇപ്പൊ ഇതിൽ വന്നിട്ടുള്ളതിൽ നല്ല മ്യൂസിക്, നല്ല കളറിങ് എല്ലാം കാണിച്ചിട്ടുണ്ട്. പക്ഷേ തല കിട്ടി, ബോഡി കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോ തന്നെ അയാള് എത്രമാത്രം വലിയ സംഭവമാക്കിയാണ് വെച്ചിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലായി. കയ്യിൽ നിന്ന് പോകാനും നാണം കെടാനും നാറി പണ്ടാറടങ്ങാനുള്ള സാധ്യത ഉണ്ട്. ഇനി ധ്രുവ സർജയുടെ കാര്യം പറയുകയാണെങ്കിൽ എക്സലന്റ് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് സ്ക്രീൻ പ്രസൻസ് ആണ് ഈ പുള്ളിക്ക്. ഭയങ്കര സ്ക്രീൻ പ്രസൻസ് ആണ്. ആള് ഭയങ്കരമായ ആളുമാണ്. സഞ്ജയ് ദത്ത് എന്ന് പറഞ്ഞാൽ ഈക്വലി നിൽക്കാവുന്ന ഒരു മെയിൻ നല്ല കിടിലം വില്ലനുമാണ്. പക്ഷേ ആ ബോഡി ഇങ്ങനെ ഇട്ട് ഇങ്ങനെ കറക്കിയിട്ട് ഇങ്ങനെ വന്ന് പിടിക്കുന്നതും അത് സൈക്കബിൾ. ബിക്കോസ് നമുക്കറിയാലോ കന്നഡ, തെലുങ്ക് ഒക്കെ ആകുമ്പോൾ നമ്മള് അവരൊക്കെ ഇപ്പോഴും ആ കാലത്ത് തെലുങ്കുവിൽ നിൽക്കുന്ന ആളാണ്. തെലുങ്കിലും കന്നഡയിലൊക്കെ പുതിയ പടങ്ങൾ വന്നെങ്കിൽ പോലും അവരിപ്പോഴും ആ കാലത്ത് നിൽക്കുന്ന ആളുകളാണ്. ഒരു ഇടിക്ക് 10 ലോറി പറക്കുന്ന ടൈപ്പ്. പക്ഷെ സഹിക്കാം. പക്ഷെ എന്റെ മോനെ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഡാൻസ് ഇട്ടും
ഡും പറഞ്ഞു അവിടെ പോയി. ഇങ്ങനെ കാണുമ്പോ ഈ കന്നഡയിലോ തെലുങ്കിലുള്ള ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ അവർ സൂപ്പറാണ് പറഞ്ഞത് വിചാരിച്ചിട്ട് വെച്ചിട്ടുണ്ടോ. അവിടെ പോയി അമ്മ ഒരു പരിപാടി കാണിച്ചു. സോ എനിക്ക് തോന്നുന്നത് ഓക്കെ, നമ്മള് ഈ മാർട്ടിനുള്ളത് കൊണ്ടാണ്. ഇല്ലാണ്ടെങ്കിൽ കന്നഡ പടം തെലുങ്ക് പടം എന്ന രീതിയിൽ നമുക്ക് കണ്ടിരിക്കാന്നെങ്കിലും വിചാരിക്കാം. പക്ഷെ മാർട്ടിൻ ഇതൊക്കെ മേലുള്ള സാധനമായിരുന്നു. പക്ഷെ വന്നപ്പോ എന്തായിരുന്നു. അപ്പൊ അത്തരത്തിൽ എല്ലാ കിളിപാറലിനും സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആഫ്റ്റർ മാർട്ടിൻ മേ ബി ദിസ് ഈസ് ഗുന്ന ബി എ വെരി ബിഗ്. ബാക്കി നിങ്ങൾ വിട്ട ഭാഗം പൂരിപ്പിക്കുക.